Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് we are going to find an expression for the electric field and potential due to a uniformly charged non-metallic sphere or a homogeneous dielectric sphere or a non-conducting sphere. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകിൽ നമ്മൾ എടുക്കുന്ന സ്പിയർ എന്ന് പറയുന്നത് ഒരു യൂണിഫോംലി ചാർജ്ഡ് നോൺ മെറ്റാലിക് സ്പിയർ ആണ്, അതല്ലെങ്കിൽ നമുക്കതിനെ നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ എന്ന് പറയാം, അതും അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് ഡയലക്ട്രിക് സ്പിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്പിയർ, ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്പിയർ മൂലം ആ സ്പിയറിൻ്റെ ഔട്ട്സൈഡ്, സർഫസ്, അതുപോലെ തന്നെ ഇൻസൈഡ്, ഇങ്ങനെ 3 ഡിഫറെൻറ്റ് റീജിയനുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കൺസിഡർ a solid sphere of mass capital M and radius capital R. Okay, so let rho be the charge density of the sphere. Let rho be the charge density of the sphere and capital Q is the ചാർജ് ഗിവൺ ടു ദ സ്പിയർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എം മാസും ക്യാപിറ്റൽ ആർ റേഡിയസും വരുന്ന ഒരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ക്യാപിറ്റൽ ക്യൂ ചാർജാണ് അതിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി നമ്മൾ റോ എന്നെടുക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് റോ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ വോളിയം. സോ ടോട്ടൽ ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് ആണ്, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 3Q ഡിവൈഡഡ് ബൈ 4 പൈ ആർ ക്യൂബ് എന്ന് വരും. ദിസ് ഈസ് ദ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സ്പിയർ ആയിരുന്നു. ഒരു കണ്ടക്റ്റിംഗ് സ്പിയറോ ഒരു മെറ്റാലിക് സ്പിയറോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മളൊരു ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ കൊടുത്താൽ ആ ചാർജ് എപ്പോഴും അതിൻ്റെ സർഫസിൽ മാത്രമേ ഇരിക്കൂ. അപ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് സർഫസ് ചാർജ് ഡെൻസിറ്റി മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ അല്ലെങ്കിൽ ഒരു നോൺ മെറ്റാലിക് സ്പിയറിനെ പറ്റിയിട്ടാണ്. അവിടെ ചാർജസ് എന്താണ്? ഇതിൻ്റെ ഉള്ളിലും ചാർജസിന് റിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. ആൻഡ് ദിസ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു 3Q ഡിവൈഡഡ് ബൈ 4 പൈ ആർ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മളിവിടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ ലെറ്റ് ദിസ് ബി അവർ സ്പിയർ. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഞാൻ O എന്ന് മാർക്ക് ചെയ്യുന്നു. സപ്പോസ് ഈ സെൻറ്ററിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഈ P എന്ന് പറയുന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ് P ഈസ് എ പോയിൻ്റ് അറ്റ് വിച്ച് the electric potential and field is to be evaluated. Okay, so നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സ്പിയർ മൂലം ആ സ്പിയറിൻ്റെ പുറത്ത് ഉള്ള ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യലും ഫീൽഡുമാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് P ഈസ് outside the sphere. ഇതാണ് കേസ് 1. P is outside the sphere. So a sphere is imagined to be made up of large number of concentric thin shells. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സ്പിയറിനെ നമുക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാം? കോൺസെൻട്രിക് ആയിട്ടുള്ള തിൻ ഷെല്ലുകൾ അസംബിൾ ചെയ്തിട്ടാണ് ഒരു സ്പിയർ ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ one such shell of radius x and thickness dx. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പിയറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ ഷെല്ല് ഞാൻ എടുക്കുമ്പോൾ ആ ഷെല്ലിൻ്റെ
റേഡിയസ് എന്ന് പറയുന്നത് സപ്പോസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷെല്ല്. ഓക്കെ, അതിൻ്റെ ഷെല്ലിൻ്റെ റേഡിയസ് എക്സ് ആയിട്ടും ഈ ഷെല്ലിൻ്റെ ഈ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഡി എക്സ് ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാർജ് ഓൺ ദ ഷെല്ല്, ഈ ഷെല്ലിൽ ഉള്ള ചാർജ് എത്രയാണ്? നമുക്കറിയാം സ്പിയറിൽ മൊത്തത്തിലുള്ള ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓൺ ദ ഷെൽ എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ അതിനെ ഡി ക്യൂ എന്ന് വിളിക്കുകയാണ്. ആ ഡി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ഷെൽ. ഈ ഷെല്ലിൻ്റെ വോളിയം മൾട്ടിപ്ലൈഡ് വിത്ത് ചാർജ് ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെല്ലിലുള്ള ചാർജ് എത്രയാണ് നമുക്ക് കിട്ടും. സോ വോളിയം ഓഫ് ദ ഷെല്ല്, ആ ഷെല്ലിൻ്റെ റേഡിയസ് എക്സ് ആണെന്ന് പറഞ്ഞു, തിക്നെസ് ഡി എക്സ് ആണ്. അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ദ ഷെൽ എന്ന് പറഞ്ഞാൽ 4πx² ഡി എക്സ് ആയിരിക്കും. ഇൻറ്റു ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 3q ഡിവൈഡഡ് ബൈ 4πr³ ആണ്. സോ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4π ഒക്കെ ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ദിസ് ഈസ് 3q ഡിവൈഡഡ് ബൈ r³ ഇൻറ്റു x² dx എന്ന് വരും. സോ ദിസ് ഈസ് ദി ചാർജ് ഓൺ ദി ഷെൽ. അപ്പോൾ ഈ എക്സ് റേഡിയസ് വരുന്ന ഡി എക്സ് തിക്നെസ് വരുന്ന ഒരു ഷെല്ലിലുള്ള ചാർജ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദി സ്പെറിക്കൽ ഷെൽ, ഈ സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതെങ്ങനെ കാണാം? ദിസ് ഡി വി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇറ്റ് ഈസ് 1/4πε0 ഇൻറ്റു എന്താണ്? ചാർജ് ഓൺ ദി ഷെൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആർ. ഓക്കെ, ചാർജ് ഓൺ ദ ഷെൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി വി ഈസ് ഈക്വൽ ടു 1/4πε0 ചാർജ് ഓൺ ദ ഷെൽ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എന്നാണ് നമ്മൾ എടുത്തത്. സോ ചാർജ് ഓൺ ദ ഷെൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് 3q ഡിവൈഡഡ് ബൈ r³ ഇൻറ്റു x² dx ആണ്. ഡിവൈഡഡ് ബൈ സ്മോൾ ആർ കൂടി വരും. ആ സ്മോൾ ആറിനെ ഞാനിവിടെ എഴുതും. സോ ദിസ് ഈസ് ഡി വി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് പിയിലുള്ള പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് സ്പെറിക്കൽ ഷെല്ലാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദി എൻറ്റയർ സ്പിയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ ഡി വിയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. സോ ഇതിനെ നമ്മൾ 0 to r ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് integral 0 to r 1/4πε0 3q by small r capital R³ into x² dx എന്ന് വരും, which is equal to 1/4πε0 3q by small r capital R³ integral 0 to r x² dx is x³ by 3 from 0 to r എന്ന് പറയുമ്പോൾ this will be r³ divided by 3. so r³ cancel ആവും, 3യും 3യും cancel ആവും. so the remaining is 1/4πε0 q divided by r എന്ന് വരും. so this is the potential at p due to the non-conducting or the non-metallic sphere. അപ്പോൾ പൊട്ടൻഷ്യൽ ഇതാണെങ്കിൽ ഫീൽഡ് അറ്റ് പി, സോ ദർഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദി സ്ഫിയർ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ ആണ്. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് 1/4πε0 q ബൈ ആർ സ്ക്വയർ എന്ന് വരും. 1/4πε0 q ബൈ ആർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പിയറിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റ് പി എടുത്താൽ ആ പിയിലുള്ള പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ സർഫസിലുള്ള പോയിൻ്റ് ആണെങ്കിൽ, സോ കേസ് 2, ഇഫ് പി is a point on the surface of the sphere, p is a point on the surface of a sphere. okay, അപ്പോൾ നമുക്കറിയാം ഈ സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്നും
പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ് നമ്മൾ സ്മോൾ ആർ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് കേസിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് സ്പിയറിൻ്റെ സർഫസിൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ ആർ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പോൾ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണെങ്കിൽ നമ്മൾ മുൻപേ കണ്ടുപിടിച്ച ഡി വി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളെ സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ. ഈ ഡി വിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ദിസ് ഈസ് 1/4πε0 3q ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്പിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ കേസിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡി വിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/4πε0 3q ബൈ ആർ റേസ് ടു 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തത് സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ സ്പിയർ മൂലം ദി പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദി സ്പിയർ, നമുക്കറിയാം വേർ പി ഈസ് എ പോയിൻ്റ് ഓൺ ദി സർഫസ് ഓഫ് ദ സ്പിയർ ആണ്. സോ ദിസ് വി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ആർ ദിസ് 1/4πε0 3q ബൈ ആർ റേസ് ടു 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. Or this is 1/4πε0 3q divided by r raised to 4 into integral x square dx is x cube by 3 from 0 to r is r cube by 3. So this is equal to 1/4πε0 q divided by capital R എന്ന് വരും. അപ്പോൾ ഇതാണ് സ്പിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫീൽഡ് എന്ന് പറയുന്നത് ദി ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ് ഓഫ് ദ സ്പിയർ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനൊരു സ്പിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയതനുസരിച്ച് ഇതിൻ്റെ സെൻറ്റർ ഒ ഇതാണ്. ഇതിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റ് പി നമ്മളെടുത്തപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ 1/4πε0 q ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എന്നാണ് നമുക്ക് കിട്ടിയത്. അതേസമയം ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ചെയ്തത് സർഫസിലുള്ള പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ സർഫസിൽ ഉള്ള പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 1/4πε0 q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്നും ഈ എക്സ്പ്രഷനിലേക്ക് എത്താൻ നമുക്കറിയാം ഇവിടെ ഈ എക്സ്പ്രഷനിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർഫസിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഫീൽഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഫീൽഡ് വേരി ചെയ്യുന്നത് പുറത്തുള്ള ഒരു പോയിൻ്റ് പിയിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ സർഫസിലുള്ള പോയിന്റിലുള്ള ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ 1/4πε0 q ബൈ സ്മോൾ ആർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ബട്ട് ഹിയർ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ് സർഫസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് at a point on the surface of a non-metallic or a non-conducting sphere. Okay, now we are moving on to the third case, case 3. Case 3 എന്ന് പറയുന്നത് if the point P lies inside the sphere, ഈ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണ് പി എങ്കിൽ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും ഫീൽഡും നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ തേർഡ് കേസിൽ പറയുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് we can consider P as a point. We can consider P as a point on the inner sphere of radius small r and a point just
inside a thick spherical shell of inner radius small r and outer radius capital R. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്ത നമ്മുടെ സ്പിയർ, ഈ സ്പിയറിൻ്റെ നമ്മൾ പറഞ്ഞിരുന്ന ഇതായിരുന്നു, ഈ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് M ആണ്, ഇതിൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് Q ആണ്, ഇതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി ρ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പിയർ മൂലം അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് സപ്പോസ് ആ പോയിൻ്റ് നമുക്കറിയാം P എന്ന് പറയുന്ന പോയിൻ്റ് ഇപ്പോൾ ഈ സ്പിയറിൻ്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ P എന്ന് പറയുന്ന പോയിൻ്റ് സർഫസിൽ വരുന്ന രീതിയിൽ ഇതിനുള്ളിൽ ഞാൻ ചെറിയൊരു സ്പിയർ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിയർ ഞാൻ എടുക്കുന്നു. അപ്പോൾ ആ സ്പിയറിൻ്റെ സർഫസിലുള്ള പോയിൻ്റാണ് ഈ P എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത, ഈ P എന്ന് പറയുന്ന പോയിൻ്റ് ഒരേ സമയം ഇവിടെയുള്ള ഈ ഇന്നർ സ്ഫിയർ, ഓക്കെ, ഈ ഇന്നർ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഇന്നർ സ്ഫിയർ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കിട്ടുന്ന റീജിയൺ എന്ന് പറയുന്നത്, അതായത് ഇന്നർ സ്ഫിയർ ഒഴിവാക്കിയാൽ കിട്ടുന്ന ഈ റീജിയൺ എന്ന് പറയുന്നത് ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിൻ്റ് ഒരേ സമയം ഈ ഇന്നർ സ്പിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻ്റാണ്. അങ്ങനെയുള്ള ഇന്നർ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഞാനിവിടെ സ്മോൾ r ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സ്മോൾ r റേഡിയസ് വരുന്ന ഇന്നർ സ്പിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻ്റാണ് P. അതുപോലെ തന്നെ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡിലുള്ള ഒരു പോയിൻ്റാണ് P. അപ്പോൾ ഒരേ സമയം ഈ സ്പിയറിൻ്റെ, ഈ സ്മോൾ സ്പിയറിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്, അതേപോലെ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇന്നർ റേഡിയസും സ്മോൾ r ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് രണ്ട് പൊട്ടൻഷ്യലുകളുടെ സം ആയിരിക്കും എന്ന് പറയാം. ഒന്ന് ഈ ഇന്നർ സ്പിയർ മൂലം അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള രണ്ട് പൊട്ടൻഷ്യലുകളുടെ സം ആയിരിക്കും ആക്ച്വലി പിയിൽ ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിങ്ങനെ പറയാം, the potential at P is the sum of the potential V1 due to the inner sphere and potential V2 due to the outer thick shell. So V is equal to V1 plus V2 ആണ്, where V is the potential at P. V1 plus V2 V1 എന്ന് പറയുന്നത് ഇന്നർ സ്പിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യലും V2 എന്ന് പറയുന്നത് തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം വിയിലുള്ള പൊട്ടൻഷ്യലുമാണ്. So now we are going to calculate this V1 and V2. സോ ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് V1. എങ്ങനെയാണ് നമുക്ക് V1 കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക? ഇപ്പോൾ V1 കണ്ടുപിടിക്കണമെങ്കിൽ ഇതായിരുന്നു നമ്മുടെ സ്പിയർ, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സ്പിയറാണ്, R റേഡിയസ് വരുന്ന സ്പിയറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ചാർജ് ഓൺ ദ ഇന്നർ സ്ഫിയർ കാണും. ചാർജ് ഓൺ ദി ഇന്നർ സ്ഫിയർ, ഈ ഇന്നർ സ്ഫിയറിലുള്ള ചാർജ്, സപ്പോസ് ഞാൻ അതിനെ സ്മോൾ Q എന്ന് വിളിക്കുകയാണ്, കാരണം നമ്മുടെ ഔട്ടർ സ്ഫിയർ മൊത്തത്തിലുള്ള ചാർജ് Q ആണ്. ഈ വലിയ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോ ഈസ് ഈക്വൽ ടു നമ്മൾ Q ഡിവൈഡഡ് ബൈ 4/3 പൈ R³ ആണ് ഇതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്പിയറിൻ്റെ യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജാണ് റോയ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ സ്പിയറിലുള്ള ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇന്നർ സ്പിയറിൻ്റെ വോളിയം മൾട്ടിപ്ലൈഡ് വിത്ത് ചാർജ് ഡെൻസിറ്റി ചെയ്താൽ മതി. സോ ദിസ് Q ഈസ് ഈക്വൽ ടു എന്ത് വരും? വോളിയം ഓഫ് ദി ഇന്നർ സ്പിയർ, ദാറ്റ് ഈസ് 4/3 പൈ സ്മോൾ R³. അതിനെ ഈ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇന്നർ സ്പിയറിൻ്റെ ചാർജ് എത്രയാണെന്ന് കിട്ടും. So that is Q is equal to 4/3 pi R³ into rho is Q divided by 4/3 pi capital R³. So ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ this will be Q into small R³ divided by capital R³ എന്ന് വരും. So this is the charge on the inner sphere.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് V1 ഇവിടുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P ഡ്യൂ ടു ദി ഇന്നർ സ്പിയർ. സോ ദിസ് V1 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു എന്ത് വരും? ദിസ് ചാർജ് Q ഡിവൈഡഡ് ബൈ സ്മോൾ r ആയിരിക്കും. സോ ദിസ് ഈസ് 1/4πε0 Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് QR³ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R³ ആണ്, ഇൻറ്റു താഴെ ഈ സ്മോൾ r കൂടി വരും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ദിസ് വിൽ ബി 1/4πε0 QR² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R³ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് V1. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് V1 ആണ്, വേർ V1 ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ദി ഇന്നർ സ്പിയർ ആണ്. ഇനി അടുത്തത് പിയിലുള്ള പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ തിക്ക് സ്പെറിക്കൽ ഷെല്ലാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് V2. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ദി തിക്ക് സ്പെറിക്കൽ ഷെൽ. ഓക്കെ, സോ ദി thick shell can be imagined as the combination of large number of concentric thin shells whose radii varies from small r to capital R. Okay, so the potential at P, or the potential due to the thin shell of radius x and thickness dx at P. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ സ്പിയർ. ആ സ്പിയറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇന്നർ സ്പിയർ കൺസിഡർ ചെയ്തു ഓഫ് റേഡിയസ് R. അപ്പോൾ ബാക്കി വരുന്ന ഈ റീജിയനാണ് എന്ത്? നമ്മുടെ തിക്ക് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ സ്പിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ തിക്ക് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് കുറേ തിൻ സ്പെറിക്കൽ ഷെൽസ് കൂടി ചേർന്നിട്ടാണ് ഈ തിക്ക് സ്പെറിക്കൽ ഷെൽസ് ഉണ്ടാകുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ല് ഞാൻ അസ്യൂം ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതൊരു തിൻ സ്പെറിക്കൽ ഷെല്ലാണ്. ഇങ്ങനെയുള്ള കുറേ തിൻ സ്പെറിക്കൽ ഷെൽസ് ചേരുന്നതാണ് ഇവിടം മുതൽ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ലുണ്ടാവും. ഓക്കെ, സോ ഇത് ഒരു തിൻ സ്പെറിക്കൽ ഷെല്ലാണ്. ആ തിൻ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, അതായത് ഈ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് ആണെന്നും ഇതിൻ്റെ ഈ തിക്നെസ് എന്ന് പറയുന്നത് dx ആണെന്നും നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ തിൻ സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെ ഞാൻ dV എന്ന് വിളിക്കുന്നു. ആൻഡ് ദാറ്റ് dV ഈസ് ഈക്വൽ ടു 1/4πε0 എന്ത് വരും? ചാർജ് ഓൺ ദി തിൻ സ്പെറിക്കൽ ഷെൽ. സപ്പോസ് ഈ തിൻ സ്പെറിക്കൽ ഷെല്ലിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഞാൻ സപ്പോസ് dQ എന്ന് എടുക്കുകയാണ്. dQ ചാർജാണ് ഈ തിൻ സ്പെറിക്കൽ ഷെല്ലുള്ളത്. സോ dQ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും, വേർ എക്സ് ഈസ് ദി റേഡിയസ് ഓർ ദി റേഡിയസ് ഓഫ് ദി സ്പെറിക്കൽ ഷെൽ. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എക്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി സെൻറ്റർ. ഓക്കെ, സോ തിൻ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ആണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്, അതിൻ്റെ തിക്നെസ് ആണ് dx എന്ന് പറയുന്നത്. സോ തിൻ സ്പെറിക്കൽ ഷെല്ലിലുള്ള ചാർജ് നമ്മൾ dQ എന്ന് എടുക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു എങ്ങനെയാണ് നമുക്ക് dQ കാണുക? നമ്മൾ പറഞ്ഞു dQ എന്ന് പറയുന്നത് ആ തിൻ സ്പെറിക്കൽ ഷെല്ലിലുള്ള ചാർജാണ്. അപ്പോൾ തിൻ സ്പെറിക്കൽ ഷെല്ലിലുള്ള ചാർജ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ തിൻ സ്പെറിക്കൽ ഷെല്ലിൻ്റെ വോളിയം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എക്സ് റേഡിയസ് വരുന്ന dx തിക്നെസ് വരുന്ന ആ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്ലിയർ ആണ്, ദാറ്റ് ഈസ് 4πx² dx ആണ്. ഇതിനെ യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് ദാറ്റ് ഈസ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തിൻ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ചാർജ് കിട്ടും. അത് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 4π
എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് ഉണ്ട് ഇൻറ്റു റോ എന്ന് പറയുന്നത് 3q ഡിവൈഡഡ് ബൈ 4πr³ ആണെന്ന് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്കിത് 1/4πε0 3q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R³ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് ഡി വി. അപ്പോൾ ഇത് ഡി വി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഡി വി എന്താണ്? ഇത് ഈ എക്സ് റേഡിയസ് വരുന്ന ഡി എക്സ് തിക്നെസ് വരുന്ന തിൻ സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതുപോലുള്ള അനേകം തിൻ സ്പെറിക്കൽ ഷെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ എന്ത് ചെയ്യണം? ഈ എക്സ്പ്രഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടം മുതൽ എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? സ്മോൾ ആർ മുതൽ ക്യാപിറ്റൽ ആർ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം ഈ ഇന്നർ റേഡിയസ്, ഈ സ്പിയറിൻ്റെ ഇന്നർ റേഡിയസ് സ്മോൾ ആർ ആണ്. അതേസമയം ഈ വലിയ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഈ സ്മോൾ ആറിനും ക്യാപിറ്റൽ ആറിനും ഇടയിലുള്ള റീജിയനാണ് എന്ത്? ഈ തിക്ക് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. സോ സ്മോൾ ആർ മുതൽ ക്യാപിറ്റൽ ആർ വരെ ഈ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ the potential V2 due to the thick spherical shell is V2 is equal to integral small r to capital R 1/4πε0 3q divided by r³ into x dx എന്ന് വരും. or this is equal to 1/4πε0 3q divided by r³ x square integral x dx is x square by 2 from small r to capital R. സോ ഞാൻ ആ 2നെ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. പിന്നെ ഇവിടെ ലിമിറ്റ് കൊടുത്തുമ്പോൾ ദിസ് ഇസ് r² മൈനസ് r² എന്ന് വരും. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പിയിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V is equal to V1 plus V2 ആണ്. V1 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് 1/4πε0 QR² ഡിവൈഡഡ് ബൈ R³ ആണ്. പ്ലസ് V2 എന്ന് പറയുന്നത് 1/4πε0 3q ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു r² മൈനസ് സ്മോൾ r² ആണ്. ഓർ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനകത്ത് കോമൺ ആയിട്ട് 3q ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു 4πε0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി വരിക r² മൈനസ് r² പ്ലസ് ഫസ്റ്റ് ടേമിൽ നിന്നും 2r²/3 എന്ന് വരും. So on simplifying this we will get 3q divided by 2r³ into 4πε0 r² minus r²/3 എന്ന് വരും. Okay, so this is the potential at a point P where P is a point inside the sphere. ഓക്കെ, അപ്പോൾ ഒരു സ്പിയറിൻ്റെ ഉള്ളിലുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഹിയർ വി നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ് 3q ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു 4πε0 ഇൻറ്റു ക്യാപിറ്റൽ r² മൈനസ് സ്മോൾ r²/3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് കാണാൻ വേണ്ടി പിയിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് dv/dr ആണ്. സോ ഓൺ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് വി വിൽ ഗെറ്റ് 3q ഡിവൈഡഡ് ബൈ 2r³ 4πε0 ഇൻറ്റു ഇവിടെ ഓൾറെഡി മൈനസ് dv/dr ഒരു മൈനസ് ഉണ്ട്. ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മൈനസ് ഉണ്ട്. മൈനസും മൈനസും കൂടി പ്ലസ് ആവും. r²/3 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 2r ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ഫൈനലി ദിസ് വിൽ ബി q ഇൻറ്റു സ്മോൾ r ഡിവൈഡഡ് ബൈ 4πε0 r³ എന്ന് വരും. ഓക്കെ, സോ 2ഉം 3ഉം ഒക്കെ ക്യാൻസൽ ആവും. ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നതാണ്. സോ ദിസ് ഈസ് ദി ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി ഇൻസൈഡ് ദ സ്പിയർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലാണ് 3 ഡിഫറെൻ്റ് റീജിയനുകളിലാണ്. ഒന്ന് ഔട്ട്സൈഡ്, അതുപോലെ തന്നെ മറ്റൊന്ന് സർഫസിൽ, അതുപോലെ തന്നെ ഇൻസൈഡ്. ഓക്കെ, ഔട്ട്സൈഡ് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടിയത് 1/4πε0 q ഡിവൈഡഡ് ബൈ r ആണ്. അവിടെ ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 q/r² ആണ്. സർഫസിൽ പൊട്ടൻഷ്യൽ 1/4πε0 q/R ആണ്. ഫീൽഡ് 1/4πε0 q/R² ആണ്. നൗ ഇൻസൈഡ്
പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇറ്റ് ഈസ് 3q ഡിവൈഡഡ് ബൈ 2r ക്യൂബ് ഇൻറ്റു 4πε0 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ബൈ 3 എന്നാണ്. ഇവിടെ ഫീൽഡ് കിട്ടിയിരിക്കുന്നത് q ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ് എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യലിൻ്റെ ഫീൽഡിൻ്റെയും വേരിയേഷൻ നമുക്ക് ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനിവിടെ ഈ സ്പിയർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ കൺസിഡർ ചെയ്ത സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിരുന്നു. ഓക്കെ, ആദ്യം ഞാനിതിൻ്റെ പൊട്ടൻഷ്യൽ പ്ലോട്ട് ചെയ്യുകയാണ്. സോ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും വൈ ആക്സിസിൽ ഞാൻ പൊട്ടൻഷ്യൽ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇനീഷ്യലി ഈ പോയിൻ്റ്, ഓക്കെ, സോ ദിസ് ഈസ് സ്മോൾ ആർ ഇസിക്കൽ ടു ക്യാപിറ്റൽ ആർ ആണ്, സർഫസ് വരുന്ന പോയിൻ്റാണ്. അപ്പോൾ സർഫസ് വരെ ഇതെങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഇറ്റ് ഈസ് q/r 1/r ഡിപ്പെൻഡൻസ് ആണ്. സോ ഈ കർവ് എന്ന് പറയുന്നത് 1/r ഡിപ്പെൻഡൻസ്, ഈ രീതിയിലുള്ള ഒരു കർവാണ് കിട്ടുക. അതിനുശേഷം എന്താണിത്, ഇവിടെ സർഫസിലെത്തുമ്പോൾ, അതായത് ഇവിടെ പൊട്ടൻഷ്യൽ 1/4πε0 q/r ആണ്. ഈ സർഫസിലെത്തുമ്പോൾ ഈ പോയിന്റിൽ ഇത് 1/4πε0 q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ്. ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിപ്പെൻഡൻസ് വരുന്നത് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ബൈ 3 ആണ്. സോ അത് ഈ രീതിയിലാണ് അതിൻ്റെ കർവ് കിട്ടുക ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ. നൗ അതേസമയം നമ്മൾ ഫീൽഡാണ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസിൽ ഞാൻ ഫീൽഡാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഫീൽഡ് വേരി ചെയ്യുക? ഫീൽഡ് വേരി ചെയ്യുന്നത് നമുക്കറിയാം, ആദ്യം ഔട്ട്സൈഡ് q/r² ആണ്. സോ ഇവിടെ വേണ്ട 1/r² കർവാണ്. 1/r² കർവ് ആകുമ്പോൾ അത് കുറേ കൂടി സ്റ്റീപ്പായിട്ടായിരിക്കും കർവ് വരിക. സോ ഇവിടെ 1/4πε0 q/r² ആണ്. ഇത് സർഫസിലേക്ക് എത്തുമ്പോൾ അത് 1/4πε0 q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ r² വരും. ഇനി ഇൻസൈഡ് ഇതെങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കുക. ഇൻസൈഡ് ഇ ഈസ് പ്രപ്പോർഷണൽ ടു ആർ എന്നാണ് കിട്ടുക. ഡയറക്റ്റ് പ്രപ്പോർഷണാലിറ്റി ആണ്. അതുപോലെ തന്നെ ആർ ഈസ് ഈക്വൽ ടു 0 വരുമ്പം ഇ ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഈ എക്സ്പ്രഷനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ആയതുകൊണ്ട് ഈ പ്രപ്പോർഷണൽ ടു ആർ ആയതുകൊണ്ട് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. വേർ ഒറിജിനിലേക്ക് എത്തുമ്പോൾ ഫീൽഡ് 0 ആവുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് പൊട്ടൻഷ്യലും ഫീൽഡും വേരി ചെയ്യുന്നത്. So this is about the electric field and potential due to a non-conducting sphere or a non-metallic sphere or a homogeneous dielectric sphere. Okay, thank you.